തലസ്ഥാനത്ത് മേയർ സ്ഥാനാർത്ഥിയായി തിരക്കിട്ട നീക്കങ്ങളും ചരടുവലികളും പിന്തുണ രാജേഷിന് ലഭിച്ചതോടെ ശ്രീലേഖയ്ക്ക് മേൽ രാജേഷിന് മുൻതൂക്കം. ആരെയാക്കണമെന്ന കാര്യത്തിൽ കൗൺസിലർമാരിൽ ഭിന്ന അഭിപ്രായം തുടരുകയാണ്. സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തിയില്ലെന്ന് കേന്ദ്രത്തിന് പരാതി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വീണ്ടും കാര്യങ്ങൾ മാറി മറിയുകയാണോ? ആരാവും കൂടുതൽ യോജിച്ച സ്ഥാനാർത്ഥി മേയർ ആവാൻ എന്നതിൽ? മോത്തി, സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ പ്രസിഡന്റുമായ വി രാജേഷ് തിരുവനന്തപുരം മേയർ ആവാനുള്ള സാധ്യത ഏറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ ഇതിനനുകൂലമായ ഒരു തീരുമാനം, നിലപാട് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നമ്മെ ധരിപ്പിക്കുന്നത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ 99% വി രാജേഷ് തന്നെ തിരുവനന്തപുരത്തിന്റെ മേയറാകും എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനം രാജേഷിന് അനുകൂലമാകുന്നത് RSSന്റെ പിന്തുണയാണ്. RSS രാജേഷിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷുമായി അടക്കം RSSന്റെ ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ സംസാരിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ശ്രീലേഖ IPSനെ മേയറാക്കണം എന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൗൺസിൽ അംഗങ്ങളുടെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട 50 കൗൺസിലർമാരുടെ യോഗം വിളിച്ച് അവരുമായി പ്രത്യേകം സംസ്ഥാന നേതൃത്വം സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം സംസാരിച്ചു. അവരുടെ അഭിപ്രായം കേട്ടു. അപ്പോൾ പലരും വി രാജേഷിന്റെ പേരടക്കം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ്റെതായ നിലപാട് പലരും ഈ ഭാരവാഹികൾ ചോദിച്ചത്, സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിക്കുന്ന പേരിനെ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അത്തരത്തിലാണ് ചോദിക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷൻ ഒരു തീരുമാനമെടുക്കും, അത് അംഗീകരിക്കണം എന്ന മട്ടിലുള്ളൊരു നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ പലരും വി രാജേഷിന്റെ പേര് തന്നെ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടെയാണ്, മാത്രമല്ല ശ്രീലേഖയെക്കാളും വി രാജേഷിനാണ് RSSന്റെ ഒരു പിന്തുണ. മാത്രമല്ല, സംസ്ഥാന നേതൃത്വം, BJP സംസ്ഥാന നേതൃത്വം RSSന്റെ നിലപാടിന്, അഭിപ്രായത്തിന് മാനിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് സംസ്ഥാന RSS നേതൃത്വം ദേശീയ RSS നേതൃത്വവുമായി ഇടപെട്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും പരിചയക്കുറവ് എന്നത് ശ്രീലേഖയെ മാറ്റി നിർത്താൻ ഒരു കാരണമായോ? ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കും. കാരണം ഇത്തവണ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പദവി അത് വനിതാ സംവരണമാണ്. എന്നാൽ മേയർ പദവി എന്നത് ജനറലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആദ്യമായി BJPക്ക് ഒരു ഭരണം കിട്ടുമ്പോൾ, അത് 45 വർഷം ഇടതുപക്ഷം ഭരിച്ചതിന് ശേഷം ഭരണം കിട്ടുമ്പോൾ, ഒരു രാഷ്ട്രീയ മെയ്വഴക്കമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാൾ തന്നെ നേതൃത്വത്തിലേക്ക് വരണം എന്നത് RSSനും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പേര് RSSന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നത്. അതേസമയം തന്നെ BJPക്ക് അകത്തുള്ള മുതിർന്ന നേതാക്കൾ മറ്റൊരു വിമർശനവും ദേശീയ നേതൃത്വത്തിന്റെ മുൻപാകെ എത്തിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാന അധ്യക്ഷൻ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ചർച്ചകളില്ലാതെ ഈ വിഷയത്തിൽ, തിരുവനന്തപുരം മേയറിന്റെ കാര്യത്തിൽ ഒരു ചർച്ചകളില്ലാതെ ആണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിന് മുൻപാകെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചതുകൊണ്ടാണ് ഈ തീരുമാനം ഇന്ന് ഉച്ചവരെ ഇതുവരെയും വരാതിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിക്ക് ശേഷം ഈ കൗൺസിൽ അംഗങ്ങൾക്ക് ആരാണ് മേയർ എന്നത് സംബന്ധിച്ച വിപ്പ് നൽകേണ്ടതാണ്. പക്ഷെ അത് സംബന്ധിച്ചും ഒരു പ്രഖ്യാപനമോ തീരുമാനമോ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഇതുവരെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുമില്ല. കാരണം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലാണുള്ളത്. കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിൽ RSSനെ പിണക്കിക്കൊണ്ട്, RSSന്റെ നിലപാടിനെ അവഗണിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പ്രവർത്തനത്തിന് മുന്നോട്ട് പോവുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ RSSന്റെ നിലപാടിനെ സംസ്ഥാന നേതൃത്വം വഴങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വി രാജേഷിന്റെ പേര് പ്രഖ്യാപിക്കുന്നവരെ വീണ്ടും കാര്യങ്ങൾക്കൊരു മാറ്റം വരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി വി രാജേഷ് ആയിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വനിതാ സംവരണമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം. ആ സ്ഥാനത്തേക്ക് ശ്രീലേഖ IPSനെ പരിഗണിക്കാനും സാധ്യതയുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാവുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.